ഓരോരുത്തരുടെ തോൽവി ഞാൻ എൻ്റെ വിജയമാക്കി മാറ്റി. കാരണം ഈ ഭാഗത്തൊന്നും നമ്മൾ തോക്കാൻ പാടില്ല, അത് മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. എവിടേക്കാണ് വീഴ്ച. പക്ഷേ ബിസിനസ് ചെയ്യാനൊന്നും നല്ലത്. പക്ഷേ തോൽവി നമുക്കൊരു പാഠം, വിജയത്തിൻ്റെ പാഠമായിട്ട് ഞാൻ കണക്ക് കൂട്ടി. പിന്നീട് വർക്ക് ചെയ്യാൻ ആഗ്രഹം മനസ്സിലിട്ട് പൂജിക്കണം ഒരുപാട് നാളെ ഞാൻ. അങ്ങനെ പുള്ളി എന്നോട് ഒരു സാമ്പിൾ വാർഡ്രോബ് ചെയ്യാൻ പറഞ്ഞു. അന്ന് കാർപ്പൻ്ററാണ്, കഴിക്കാൻ ടൂളൊക്കെ. അങ്ങനെ വാർഡ്രോബ് ചെയ്ത് പുള്ളി പൂങ്കുടിയിൽ ഏജൻസീസിൻ്റെ ഓണർ പുള്ളിയും കൂടി വന്ന് കണ്ട് പുള്ളി വെരി ബാഡ് റിജക്ഷൻ എന്ന് പറഞ്ഞ് പുള്ളി പോയി ചങ്ക് കയറുന്നു പോയത്. അപ്പം അന്ന് ഞാൻ തിരിച്ചറിവ് പിടിച്ചു. കാരണം നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, വളർന്നുകൊണ്ടിരിക്കണം. ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇരിക്കണ്ട. ജയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞങ്ങൾക്ക് 750 സ്റ്റാഫുണ്ട്. ഒരു മാസം 30-35 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ടൈമിലി കൊടുക്കുന്ന ക്വാളിറ്റി ആയിട്ട്. ഇതൊക്കെ നമ്മളൊരു കടയിൽ ചെന്നാൽ 3 ദിവസം ഡിലേ, 5 ദിവസം ഡിലേ, 10 ദിവസം ഡിലേ, സർവീസ് ഇല്ല. ആ കാലഘട്ടത്തിൽ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. പക്ഷേ സർവീസ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും ടൈമിലാണ്, ക്വാളിറ്റിയിലാണ്. കംപ്ലൈൻറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുക സാർ പൈസ.